2026 ജനുവരിയിൽ ഞാൻ യുഎഇയിൽ വന്നിട്ട് 2 വർഷമായി. ഈ 2 വർഷം എങ്ങനെ പോകുന്നത് സത്യം പറഞ്ഞാൽ ഒരു പിടിയില്ല. കാരണം സൂപ്പർ ഫാസ്റ്റ് പോയ പോലെയായിരുന്നു ഈ 2 വർഷം ഓടിപ്പോയത്. 2024 ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് തൃശ്ശൂർ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് നമുക്ക് പെട്ടെന്നായിട്ടൊരു ഇൻസ്റ്റൻറ്റ് തോട്ട് വരുന്നത് നമുക്ക് യുഎഇയിൽ പോയിട്ട് സെറ്റിൽ ആവാമെന്ന്. കാരണം നമുക്ക് എല്ലാവർക്കും ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആവണമായിരുന്നു. അതിനായിട്ട് നമ്മളെടുത്തൊരു തീരുമാനമായിരുന്നു നമുക്ക് യുഎഇയിലേക്ക് പോകാം എന്നുള്ളത്. പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായതുകൊണ്ട് അന്ന് അത് അത്ര വലിയ ടെൻഷനായിട്ട് തോന്നിയില്ല. കാരണം നമ്മൾ യുഎഇയിലേക്ക് വരുന്നു, അപ്പം തന്നെ നമുക്ക് ആ 2 ജോലി എടുത്ത് വെച്ചായിരുന്നു, നമ്മളപ്പം തന്നെ സ്റ്റേബിൾ ആവുന്നു. ഇതായിരുന്നു ചിന്ത. കിലുക്കം സിനിമയിൽ രേവതി പറയണ പോലെ ജ്യോതിയും വന്നില്ല തീയും വന്നില്ലാത്തൊരവസ്ഥയായിരുന്നു. പണിയും ഇല്ല കൂലിയും ഇല്ല, എന്നാൽ സ്ട്രഗിളിനായിട്ടൊരു കുറവുമില്ല. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ജോലിയൊക്കെ ആയപ്പോൾ അടുത്ത പ്രശ്നം ജെനുവിൻ കമ്പനി അല്ല. കാരണം ഇവിടെ യുഎഇയിൽ ഒരുപാട് ഫേക്ക് ഇൻ്റർവ്യൂ കോൾസും ഫേക്ക് കമ്പനീസും ഉണ്ട്. അങ്ങനെ കമ്പനീസിലായിരിക്കും മിക്ക ആൾക്കാരും ആദ്യം പോയി പെടുന്നതും. അങ്ങനെ പോയി പെട്ട ഒരാളായിരുന്നു ഞാൻ. 10ാം ക്ലാസ്സിലാണോ പ്ലസ് ടുവിലാണോ എന്നറിയില്ല, ഏതോ ഒരു ടീച്ചറോ ഏതോ ഒരു മേഷോ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരുപാട് ജീവിത പാഠങ്ങൾ വേണമെന്നുള്ളത്. ജീവിതപാഠം എന്ന് പറയുമ്പോൾ ഇതാണ് ജീവിതപാഠം എന്നുള്ളത് ഞാൻ യുഎഇയിൽ വന്നപ്പോഴാണ് മനസ്സിലായത്. അതും ആദ്യത്തെ ഒരു 4-5 മാസം വളരെയധികം നല്ല പാഠങ്ങൾ ഞാൻ പഠിച്ചിട്ടുള്ള ഒരു സമയമായിരുന്നു എൻ്റെ. ഓരോ പാഠങ്ങൾ ഞാൻ പഠിക്കുമ്പോഴും ഓരോ പണികൾ കിട്ടിയാണ് ഞാൻ പഠിച്ചത്. ആദ്യത്തെ പാഠമായിരുന്നു എൻ്റെ ആദ്യത്തെ കമ്പനി. ഇത്രയും വൃത്തികെട്ട കമ്പനിയും ഇത്രയും നശിച്ച കുറച്ച് കലീഗ്സും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത കമ്പനിക്ക് പോയപ്പോൾ എൻ്റെ പൊന്നോ, ഉഡായിപ്പ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഉഡായിപ്പും ഒരു വൃത്തികെട്ട മാനേജ്മെൻറ്റും. അത് കഴിഞ്ഞ് അടുത്ത കമ്പനിക്ക് ഞാൻ പോയപ്പോൾ അവിടെയും സെയിം അവസ്ഥ. അങ്ങനെ പാഠങ്ങൾ പഠിച്ച് 3 പാഠം കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ 4ാമത്തെ പാഠത്തിലേക്ക് അങ്ങോട്ട് കടക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ ഒരു പാഠമാണ് ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ട് ഇരിക്കുന്നത്. വിച്ച് മീൻസ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് എൻ്റെ 4th ലെസൺ. ഇനീഷ്യൽ സ്ട്രഗിൾസ് എല്ലാം നമുക്ക് ഉപകാരമായിട്ട് വന്നിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് ഫേക്ക് ഇൻ്റർവ്യൂ കോൾസും ഫേക്ക് ഇൻ്റർവ്യൂസൊക്കെ വരുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് പറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ കോൾസ് വരുമ്പോൾ ഞാൻ പ്രോപ്പർലി ചെക്ക് ചെയ്യുമായിരുന്നു ഇത് ജെനുവിൻ കമ്പനിയാണോ എന്നുള്ളത്. ഇപ്പം ഞാൻ പുറകോട്ട് ചിന്തിക്കുമ്പോൾ ഇഫ് ഐ ആസ്ക് മൈ സെൽഫ് ദാറ്റ് ഐ വോണ്ട് ഏൺ ഫ്രം ഹിയർ വിത്തിൻ ദിസ് 2 years എന്ന് ചോദിച്ചാൽ ഐ ക്യാൻ സേ ദാറ്റ് ദ ഹാപ്പിനെസ് ആൻഡ് ദോസ് ഹു ആർ ഹാവിങ് ദ ഡിന്നർ with Corey here in the videos actually gave me the first step to come to Dubai and build my life. And now I'm building my life with them.